പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്ന് സഹകരണ നിയമത്തിൽ അറ്റാദായ വിഭജനത്തെക്കുറിച്ച് പഠിക്കാം. സെക്ഷൻ 56 റൂൾ 53 അറ്റാദായ വിഭജനത്തെ പറ്റി പറയുന്നത്. എന്താണ് അറ്റാദായ വിഭജനം? സെക്ഷൻ 56 സബ്സെക്ഷൻ 1 എ സബ്സെക്ഷൻ എ പ്രകാരം അറ്റ ലാഭത്തിൻ്റെ 15% കുറയാത്ത തുക കരുതൽ ധനത്തിലേക്ക്, അതായത് റിസർവ് ഫണ്ടിലേക്ക് മാറ്റിവെക്കണം. ബി ആയി പറയുന്നത് 5% സഹകരണ വിദ്യാഭ്യാസ ഫണ്ടിലേക്ക് മാറ്റിവെക്കണം. സഹകരണ വിദ്യാഭ്യാസ ഫണ്ടിനെ കുറിച്ച് പറയുന്നത് റൂള് 53 റൂള് 53 പറയുന്നു, അറ്റ ലാഭത്തിൻ്റെ 5% പരമാവധി 1,00,000 രൂപ, അതിലേറ്റവും കുറഞ്ഞത് 2,000 രൂപയും പരമാവധി 1,00,000 രൂപയും സഹകരണ വിദ്യാഭ്യാസ ഫണ്ടിലേക്കായി മാറ്റിവെക്കണം. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ലഭിച്ച് 2 മാസത്തിനകം സഹകരണ വിദ്യാഭ്യാസ ഫണ്ട് അടച്ചിരിക്കണം. അപ്രകാരം അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിൽ നിന്നും 8% പിഴ പലിശ ഈടാക്കുന്നതിന് വ്യവസ്ഥയുണ്ട്. സഹകരണ വിദ്യാഭ്യാസ ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിന് 5 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയെ സംസ്ഥാന സർക്കാരിന് നിയമിക്കാം. അതിൽ 2 മെമ്പർമാർ സംസ്ഥാന സഹകരണ യൂണിയൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി അംഗങ്ങൾ ആയിരിക്കണം. സെക്ഷൻ 56 സബ്സെക്ഷൻ 1 സി പ്രകാരം പറയുന്നത് 10% അറ്റ ലാഭത്തിൻ്റെ 10% അംഗ സമാശ്വാസ ഫണ്ടിലേക്ക് മാറ്റിവെക്കണം. അംഗ സമാശ്വാസ ഫണ്ട് എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട്. കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ടിനെ കുറിച്ച് പറയുന്നത് റൂള് 53 റൂൾ 53 പ്രകാരം അറ്റ ലാഭത്തിൻ്റെ 10% പരമാവധി 1,00,000 രൂപ അംഗ സമാശ്വാസ ഫണ്ടിലേക്ക് മാറ്റിവെക്കണം. ഈ തുകയും ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ലഭിച്ച് 2 മാസത്തിനകം അടച്ചിരിക്കണം. അപ്രകാരം അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിൽ നിന്നും 6% പിഴ പലിശ ഈടാക്കാവുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സഹകരണ വിദ്യാഭ്യാസ ഫണ്ട് അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ, നിശ്ചിത സമയത്തിനകം അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ പിഴപ്പലിശ 8%. അംഗ സമാശ്വാസ ഫണ്ട് നിശ്ചിത സമയത്തിനകം അടയ്ക്കാതിരുന്നാൽ പിഴപ്പലിശ 6% ആണ്. ഇനി അംഗ സമാശ്വാസ ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിനായിട്ട് 3 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയിൽ സഹകരണ വകുപ്പ് മന്ത്രിയും സഹകരണ വകുപ്പ് സെക്രട്ടറിയും സാനസംഘം രജിസ്ട്രാറും അംഗമായിരിക്കും. അംഗ സമാശ്വാസ ഫണ്ടിൽ നിന്നും ആശ്വാസധനം ലഭിക്കുന്നതിന് അർഹരായവരുടെ ലിസ്റ്റ് രജിസ്ട്രാർ തയ്യാറാക്കി വേണം ഈ കമ്മിറ്റിയിൽ സമർപ്പിക്കാൻ. സെക്ഷൻ 56 സബ്സെക്ഷൻ 1 സബ്സെക്ഷൻ ഡി പ്രകാരം 5% പരമാവധി 1,00,000 രൂപ പ്രൊഫഷണൽ വിദ്യാഭ്യാസ ഫണ്ടിലേക്ക് മാറ്റിവെക്കണം. ഇനി ഈ പറഞ്ഞ 4 ഫണ്ടുകളും സ്റ്റാറ്റ്യൂട്ടറി ഫണ്ടുകളാണ്. സെക്ഷൻ 56 2 പ്രകാരം ബാക്കി വരുന്ന തുകകൾ
ഇനി പറയുന്ന രീതിയിൽ വിഭജിക്കണം. സെക്ഷൻ 56 സബ്സെക്ഷൻ 2A പ്രകാരം പറയുന്നത് അംഗങ്ങളുടെ അടച്ചു തീർത്ത ഓഹരി മൂലധനത്തിൻ്റെ 25% കവിയാത്ത തുക അംഗങ്ങൾക്ക് ലാഭവിഹിതം ആയി കൊടുക്കാം. അതുപോലെ തന്നെ 2B പറയുന്നു അംഗങ്ങൾ സംഘവുമായി നടത്തിയിട്ടുള്ള ഇടപാടിൻ്റെ തോതനുസരിച്ച് അവർക്ക് ബോണസ് നൽകാവുന്നതാണ്. അതുപോലെ C പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അറ്റ ലാഭത്തിൻ്റെ 7% അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിലേക്ക് മാറ്റിവെക്കണം. ഇപ്രകാരം അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിലേക്ക് മാറ്റിവെക്കേണ്ട സംഘങ്ങൾ ദീർഘകാല വായ്പ നൽകുന്ന സംഘങ്ങൾ ഒഴികെ, അതായത് പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഒഴികെയുള്ള സംഘങ്ങളാണ് ഈ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിലേക്ക് വക മാറ്റിവെക്കേണ്ടത്. സെക്ഷൻ 56 സബ്സെക്ഷൻ 2D പറയുന്നത് ചാരിറ്റബിൾ എൻഡോമെൻറ്റ് ആക്ട് പ്രകാരം ധർമ്മ പ്രവർത്തനങ്ങൾക്ക് പണം നൽകുന്നതിന് വേണ്ടിയിട്ട് 10% മാറ്റിവെക്കാം. സെക്ഷൻ 56 സബ്സെക്ഷൻ E പറയുന്നത് ബാക്കി വരുന്ന തുക ബൈലോ അനുശാസിക്കുന്ന വിധം, എന്നാൽ ജീവനക്കാർക്ക് ബോണസ് കൊടുക്കുന്നത് ഒഴികെ ഉള്ള മറ്റ് കാര്യങ്ങൾക്ക് ബൈലോയിൽ പറയുന്ന പ്രകാരം വിഭജിക്കാം. ഇതാണ് അറ്റാദായ വിഭജനം, ഡിവിഷൻ ഓഫ് പ്രോഫിറ്റ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.